ഹരി ഓം. ഏവർക്കും വർണ്ണാമൃതത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ്. ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നോക്കുക. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ ലഗ്നക്കാരും അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയെങ്കിലും കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത ധനുരാശിയാണ് അല്ലെ. മൂലം പൂരാടം ഉത്രാടം കാലടങ്ങുന്ന 2.4 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുമ്പോൾ. അപ്പൊ ധനുരാശിക്കാർക്ക് അല്ലെങ്കിൽ ധനുരത്നക്കാർക്ക് രണ്ടു കൂട്ടർക്കും കാണാവുന്ന രീതിയിലാണ് വീഡിയോ ഇട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ശനി വക്രകാലം എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ശനി എന്ന് പറയുമ്പോൾ നമുക്ക് ആരാണ്? 2, 3 ഭാവാധിപനാണ് അല്ലേ. എവിടെയാണ് നിൽക്കുന്നത്? 4 അർദ്ധാഷ്ടമ ശനിയാണ് അല്ലേ. അപ്പോൾ ഈ അർദ്ധാഷ്ടമ ശനി സമയത്ത് നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക് കൺഫ്യൂഷൻസ് ഉണ്ടാവുക, ദുഃഖങ്ങൾ ഉണ്ടാവുക, കുഴപ്പങ്ങൾ ഉണ്ടാവുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിലേ, താമസം ഉണ്ടാവുക, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവുക, മൊത്തത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുക. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ പോകാം. ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ തന്നെ നമുക്കൊരു സുഖക്കേട്, അതുപോലെ തന്നെ നമുക്കൊരു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിലൊക്കെ ആയാലും എപ്പോഴും റിപ്പയറിങ്, വീട്ടിലായാലും ഇതിനൊക്കെ മെയിൻ്റനൻസ് പണിയുടെ ആവശ്യം വരിക, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. നമുക്കൊരു സുഖമില്ലാത്തൊരവസ്ഥ, ഒരു സുഖക്കേട്, ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ, ഇതൊക്കെയായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വക്രത്തിൽ ശനി വരുമ്പോൾ, ശനി വക്രത്തിലേക്ക് ആകുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവായിരുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് പോസിറ്റീവായി കിട്ടുന്ന ടൈമാണ് ഈ ശനി വക്രകാലം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിപ്പം നല്ലൊരു വാഹനം വാങ്ങണം, അല്ലെങ്കിൽ ഇത്ര നാൾ നമുക്കൊരു വാഹനം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ദുഃഖമൊക്കെ ആണെങ്കിൽ ഈ ടൈമിൽ നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം വാങ്ങാനൊക്കെ പറ്റും. കാരണം ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ കുറച്ച് റിഫ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് വ്യാഴം നമ്മളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് രാശിനാഥനാണ്. സോ വ്യാഴം മിഥുനത്തിൽ നിന്ന് നേർദൃഷ്ടി നമ്മളിലേക്ക് വരുന്നുണ്ട്, ധനുരാശിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശനി എന്ന് പറയുമ്പോൾ 2, 3 ഭാവാധിപനാണ്. ആ ശനിയാണ് നാളെ നിൽക്കുക. അപ്പോൾ ഈ ശനി നമ്മൾ വക്രത്തിൽ വരുമ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ആയിട്ട് വന്നുകൊണ്ടിരുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശനി ഒരു കാര്യം ആർക്കും നെഗറ്റീവായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല. അവർക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെയൊക്കെ റിസൾട്ടുകളാണ് നമുക്ക് ഈ ഒരു ശനിയുടെ മോശ സമയത്തൊക്കെ കൂടുതലായിട്ടും നമുക്ക് അനുഭവത്തിലേക്ക് വരിക. അപ്പം നമുക്ക് ജാതകത്തിൽ ശനി നല്ല ശക്തിയായിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കണേ, യോഗവും ശുഭമായിട്ടൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്താണ് നല്ല റിസൾട്ടുകളായിരിക്കും വരിക. ആ സ്ഥാനത്ത് മോശമായിട്ട് വരുമ്പോൾ നമുക്ക് അനുസരിച്ചുള്ള ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും നമ്മളുടെ ലൈഫിലേക്ക് വരും. അതാണ് നമുക്ക് ഞാൻ പറയാനുള്ള. എപ്പോഴും നമ്മൾ ഈ ഒരു ഗോചരഫലം എന്ന് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഗോചരഫലം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അല്ലാത്ത ഫലം നോക്കണം, എന്നാലാണ് കാര്യമുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്കുണ്ടായിരുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് മാറാൻ കിട്ടും, അതിനുള്ള വരികൾ കിട്ടുക. ഇപ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ കൃത്യമായിട്ട് നല്ല വൈദ്യന്മാരെ കിട്ടുക. ഇപ്പം മാതാവിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അസുഖങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾക്ക് ഈ ടൈമിൽ ദുഃഖം അല്ലെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യത്തിൽ ചില ഇഷ്യൂസ് അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അർദ്ധാഷ്ടമ ശനിയിൽ. പക്ഷേ ഈ ഒരു ടൈമിൽ ശനി വക്രത വരുമ്പോൾ ഇതിനൊക്കെ സൊല്യൂഷൻസ് കിട്ടുക. ഇതിന് സൊല്യൂഷൻ കാണിച്ചില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതിന് എന്താണ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവാൻ സാധ്യതയുള്ള ടൈമിൽ തന്നെ നമുക്ക് എന്താണ് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുക. നല്ല വൈദ്യനെ കിട്ടുക, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുക, കൊടുക്കാൻ പറ്റുക. വീട്ടിലായാലും എന്താണ് ഒരു കുടുംബത്തിലൊരു കലഹം ഉണ്ടാകുന്ന അന്തരീക്ഷമൊക്കെയെങ്കിൽ അത് പയ്യെ സോൾവ് ആവുക, അതിനുള്ള മാർഗ്ഗങ്ങൾ കിട്ടുക. അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവായിട്ടൊരു റിസൾട്ടിലേക്ക് ഒരു പോസിറ്റീവ് ആക്ടിവേഷൻ നടക്കുന്ന ടൈമാണ് ശനി വക്രകാലം എന്ന് പറയുന്നത്. സോ സന്തോഷമായിട്ട് സമാധാനമായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ ചെയ്യില്ല. പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നല്ല റിസൾട്ടിലേക്ക് നമ്മുടെ ലൈഫും മാറും കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സൽപ്രവൃത്തി സൽചിന്തയും സ്വഭാവമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. ഹാപ്പിയായിട്ട് നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക നമ്മുടെ ആക്ടിവേഷൻ. സോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശനി വക്രത്തിൽ വരുന്നത് ഭയങ്കര ദോഷകാലങ്ങളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ആൾക്കാർ പറഞ്ഞൊന്നും നോക്കണ്ട, ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആക്ടിവേഷൻ നോക്കാം, നിങ്ങൾക്കുണ്ടാകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സൊല്യൂഷനൊക്കെ സൊല്യൂഷനിലെ പ്രോബ്ലംസിനെല്ലാം സൊല്യൂഷൻസ് കിട്ടുക. സോ നിങ്ങൾക്കൊരു മാർഗ്ഗം കിട്ടുവാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു അസുഖം വന്നെങ്കിൽ ആ അസുഖം നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ട് ചിലപ്പോൾ അത് എന്താണ് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താണ് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ധനുരാശി എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ലക്ഷ്യത്തെ നോക്കി സഞ്ചരിക്കുന്നവരൊക്കെ ആയിട്ട് പറയാൻ പറ്റും നമുക്ക്. കാരണം ലക്ഷ്യത്തെ എയിം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്തിലേക്കൊക്കെ ചെല്ലുന്ന ആളുകളായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും ധനുരാശിക്ക്. സോ നിങ്ങൾ പോസിറ്റീവായിട്ട് ആക്റ്റീവ് ആവുന്ന സമയത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ പരിശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട്. ഇപ്പോൾ വാഹനമില്ല, വീടില്ല എന്നൊക്കെ ദുഃഖിക്കുന്നവർക്കൊക്കെ തന്നെ സൊല്യൂഷൻ
ഉണ്ടാക്കാൻ പറ്റുന്ന ടൈമാണിത്. ഓക്കെ, ടൈം ഇതാവുമ്പോൾ അതനുസരിച്ച് പ്രയത്നിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിനുള്ള ഫലങ്ങൾ കയ്യിലേക്ക് കിട്ടുള്ളൂ. അത് ആദ്യമേ തന്നെ എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് നല്ല സമയം വന്നു എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ ആരും ഒന്നും കൊണ്ടുവന്ന് തരില്ല. ഇപ്പോൾ വാഹനം ഇല്ലാതെ നാളെ വാഹനം കൊണ്ടുവന്ന് ശനി കൊണ്ടുവന്ന് തരുമൊന്നുമില്ല. നമ്മളതിന് വേണ്ടി അധ്വാനിക്കണം. അധ്വാനിക്കുമ്പോൾ അതിനുള്ള എന്താണ് നമുക്കൊരു ഊർജ്ജം, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള വരികൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് കിട്ടുക, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് പ്രയത്നിക്കാൻ പറ്റുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്കതൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താൻ പാതി ദൈവം പാതിന. നമ്മൾ ചെയ്യാനുള്ള ആദ്യം ചെയ്തിട്ട് ദൈവത്തിൻ്റെ ബാക്കി വെക്കാൻ പാടുള്ളൂ. അല്ല ദൈവം ചെയ്യുന്ന ആദ്യം പകുതി ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയില്ല. ആദ്യമേ നാം ചെയ്യാനുള്ള ചെയ്യുക, എന്നിട്ട് ബാക്കി എന്ത് ചെയ്യുക, ആ ഒരു ഈശ്വര ചൈതന്യവും നമ്മൾക്ക് വേണ്ട ആ പോസിറ്റീവായിട്ടുള്ള എഫക്ട്സൊക്കെ എന്ത് ചെയ്യും, ഈശ്വരൻ നമ്മളിലേക്ക് തരും. ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ട് സൽപ്രവൃത്തിയോടെ സൽചിന്തയോടെ മുമ്പോട്ട് പോകാം കേട്ടോ. ഈ ഒരു കാലം ആരും പേടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. എന്താണ്, നമുക്ക് ശനി വക്രത്തിൽ വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആക്ടിവേഷനാണ് നടക്കുന്നത്. നമുക്ക് നെഗറ്റീവായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കത് സോൾവ് ആയി കിട്ടും കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം, ലഗ്നഫലം എന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു. ഇപ്പൊ മേടത്തിന്റെ ആയാലും മീനത്തിന്റെ ആയാലും ഇടത്തിന്റെ ആയാലും നിങ്ങൾ രാശിഫലം കേട്ടു. രാശിഫലം മാത്രം കാണാതെ ലഗ്നഫലം കൂടെ എടുത്തു കാണാം. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്ന മേടരാശിയിലാണ്, അവരുടെ ലഗ്നം എന്ന് പറയുന്ന മിഥുനമാണ്, അല്ലെങ്കിൽ കർക്കിടകമാണ്, അല്ലെങ്കിൽ മീനമാണ്, എന്തായാലും ആ ഫലവും കൂടെ എടുത്തു കാണാം. ഇതിപ്പോ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവരൊരു വീഡിയോ ഉണ്ടാവുന്ന, എല്ലാത്തവരും എന്ത് ചെയ്യുക, 2 വീഡിയോ കാണുക കേട്ടോ ഓരോരുത്തർ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി. ഞാൻ പറയാണ്ട് ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്, ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സിന്റെ കാര്യത്തൊക്കെയാണ്. സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ, അപ്പൊ ഇത് രണ്ടോട് കമ്പൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്നഫലവും രാശിഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതില് നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതേ റിലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ആഡൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കിതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കണക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ശനി വക്രഫലം നമുക്ക് ഫലം പ്രദാനം ചെയ്യുന്ന അത് മാത്രം റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജാതകത്തിൽ യോഗഗ്രഹമാണോ പാപഗ്രഹമാണോ, ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പം അത് കൂടുതൽ വരുന്നത്. അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാളെങ്കിൽ, പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടായി നിൽക്കുകയെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എന്ത് ചെയ്യില്ല, അത്ര ഏക്കില്ല. ഓക്കെ, നമ്മുടെ ജാതകം പവർഫുൾ ആണ്, ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ്, ദശാനാഥൻ നല്ലതാണ്, ഇപ്പൊ നമുക്ക് നടക്കുന്ന അപഹാരം നല്ലതാണ്, ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് അടുക്കുള്ളൂ. സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. സോ ഗോചാരം മോശം സമയമാണ്, അവിടുത്തെ ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട. ജാതകത്തിൽ മോശമാണ്, ഗോചരാലും മോശമാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കേട്ടോ. ഇതിന് പേടിക്കേണ്ടത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിലല്ലാതെ നിൽക്കുന്നവർക്ക്, ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെ ഇല്ല, അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല, അല്ലെങ്കിൽ ഒരു ശുഭനം ചേർന്നല്ല നിൽക്കുന്നത്, അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ശനി നിൽക്കുന്നത്, 8ലാണ് നിൽക്കണമെങ്കിൽ ഈ 8 നിൽക്കുന്ന എല്ലാവർക്കും 8 നിന്നോടത്ത് മോശമില്ല. ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ, ശനി നമുക്ക് അത്രയും പവറിലെല്ലാം നിൽക്കണം, നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലാണ് നിൽക്കണമെങ്കിലാണ് നമുക്ക് ഗോചരാൾ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ശനിപ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് എന്താണ്, ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത്. അത് എങ്ങനെ എടുക്കണം, കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം, എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പ്ലേലിസ്റ്റ് നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി, നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് കൂട്ടായ്മ. അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളതിൽ മില്ലിയൻ സക്സസ് മന്ത്രയുടെ റെക്കോർഡർ ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കാര്യങ്ങൾ ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടില്ല, കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഒരു ഡിലേസ് ഒക്കെ വന്നത്. സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് സെറ്റാക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും, ആ ഗ്രൂപ്പിലേക്ക് അത് അറിയിക്കുക. സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. മില്ലിയൻ സക്സസ് മറ്റു അനവധി വെബിനാർസ് ഉണ്ടാവും, പക്ഷെ ഓഡിയോ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ബാച്ച് തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും, അതുപോലെ തന്നെ ഈ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഇതാണ് നമ്മളെ പുതിയ ബാച്ച്, ദോളകശാസ്ത്രം തന്നെയാണ്. സോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പവേഴ്സ് ക്ലബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. കോഴ്സിന് ഡീറ്റെയിൽസ്, ഒരു ഫ്രീ വെബിനാർ, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും. ഓക്കെ,
ഇപ്പൊ ജൂലൈ മാസമല്ല, അപ്പം ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും. സോ അതിൽ നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. ഡേറ്റ് മുൻകൂട്ടി പറയുന്നില്ല, കാരണം അത് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല. സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട്, കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോകില്ലേ. സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം അത് ചേരാൻ ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ള അത് ഈ തവണ നമ്മൾ സെറ്റ് ചെയ്താൽ ഒരു മന്ത്ലി പ്ലാൻ ആയിട്ടാണ്. അപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തേക്കണേ. സോ മന്ത്ലി ആയിരിക്കും അതിന്റെ ചാർജ് വരിക എന്ന് പറയാം കേട്ടോ. കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ തവണ സെറ്റ് ചെയ്തേക്കുന്ന പേയ്മെന്റ് ഒക്കെ. അപ്പൊ അതിന്റെ കൂടുതൽ വിശദമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തങ്ങനെ ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.